പുറത്തോട്ട് ഇറങ്ങുന്ന റൂമിൽ വെള്ളം കിടന്ന തെന്നി വീണ എ സിയിൽ ഉറപ്പായിട്ടും എ സിയിൽ മെനിസ്കസ് വരാം. അതൊന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. PRP എന്ന് വെച്ചാൽ ഒരു സൈഡ് ഇഫക്ട്സും ഇല്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നും സർജറി ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടല്ല പറയുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ടയർ ആണ് എ സി എങ്കിൽ സർജറി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇന്ത്യൻ്റെ ഡയറ്റിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ഡയറ്റ്. ഈ ഇഞ്ചുറി ഇപ്പൊ നമുക്ക് സ്പോർട്സ് ഇഞ്ചുറി എന്നാണല്ലോ അങ്ങനെ പറയാം. അതൊരു സെപ്പറേറ്റ് ക്ലാസ് ആണ്. മുട്ടുവേദനകളും സ്പോർട്സ് ഇഞ്ചുറികളും വേറെ വേറെ. അവിടെ ഈ PRP പോലുള്ള കാര്യങ്ങൾ അവിടെ വർക്കാവോ? വളരെ വളരെ എഫക്റ്റീവ് ആണ്. നമ്മൾ മുട്ടിലിപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് മുട്ട് എല്ലുകളെ പറ്റിയിട്ടാണ്. അപ്പം മുട്ടിൽ എല്ലുകൾ മാത്രമല്ല ഉള്ളത്, മുട്ടിൽ വേറെയുള്ള സ്ട്രക്ചേഴ്സ് ആണ്. കാരണം മുട്ടിനെ നേരെ നിർത്താൻ വേണ്ടിയിട്ട് രണ്ട് വള്ളികളാണ് ഉള്ളത്. ഒന്ന് ഇതിൽ കാണാമെന്ന് അറിയില്ല, ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് എന്ന് പറയും. മുകളിൽ നിന്ന് താഴേക്ക് ക്രൂഷിയേറ്റ് ലിഗമെന്റ്. അതുപോലെ തന്നെ പുറകിൽ പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്. അതുപോലെ തന്നെ ഷോക്ക് അബ്സോർവിങ്ങിന് വേണ്ടിയിട്ട് മെനിസ്കസ് എന്ന് പറഞ്ഞൊരു സാധനം, അത് നമ്മൾ നടക്കുമ്പോൾ ഷോക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. ഈ 3 സാധനങ്ങളാണ് നമ്മളെ മുട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. അതായത് എല്ല് തമ്മിൽ ഡയറക്ട്ലി കോണ്ടാക്ട് ഇല്ല. നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചറിയാം. ഇപ്പൊ സൂം ചെയ്ത് കാണാൻ പറ്റും, ഇവിടെ ഒരു പാട പോലെ ഒരു സാധനമുണ്ട്. അപ്പൊ ഈ എല്ല് തമ്മിൽ ഒരേത്തില്ല, ഈ പാട ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോർട്സ് ഇഞ്ചുറിയിൽ കൂടുതൽ സംഭവിക്കുന്നത് ഈ പാടകൾക്കും ഈ വള്ളികൾക്കുമാണ്. കാരണം ഒരു ട്വിസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ വള്ളി പൊട്ടും. വള്ളി പൊട്ടുന്നതിനൊപ്പം തന്നെ ഈ പാടയും വീഴും. അതാണ് ACL ഇഞ്ചുറി, മെനിസ്കസ് ഇഞ്ചുറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് അനുസരിച്ചിട്ട് ഇതിന്റെ ഗ്രേഡ് മാറും. ഇപ്പൊ ഗ്രേഡ് 1 ACL ഇഞ്ചുറി എന്ന് പറയും, ഗ്രേഡ് 2 ACL ഇഞ്ചുറി എന്ന് പറയും, ഗ്രേഡ് 3, ഗ്രേഡ് 4, പാർഷ്യൽ ടയർ, കംപ്ലീറ്റ് ടയർ, ACL, PCL, മെനിസ്കസ്. ഈ 3 സാധനങ്ങളാണ് യൂഷ്വലി കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ MBFL എന്ന് പറഞ്ഞ വേറെ ലിഗമെന്റ്സ് ഉണ്ട്. എങ്കിലും മെയിനായിട്ട് വരുന്നത് ACL ടയർ ആണ്, മെനിസ്കസ് ടയർ ആണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. ACL ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACL ആണ് നമ്മുടെ മുട്ടിനെ ട്രാൻസ്ലേഷനെ പ്രിവെന്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമ്മുടെ മുട്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഈ മുട്ട് മുന്നിലേക്ക് തെന്നി പോവാതിരിക്കാൻ ഈ ACL ആണ് പിടിച്ചു നിർത്തണം. അപ്പൊ നമ്മൾ ഓരോ വട്ടം നടക്കുമ്പോഴും ഈ തെന്നൽ ഒഴിവാകുന്നത് ACL വഴിയാണ്. അപ്പൊ ഈ ACL പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം നടക്കുമ്പോഴും മുട്ടിങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് തേയ്മാനം വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ACL ഇഞ്ചുറിയെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണും. അപ്പൊ ACL ഇഞ്ചുറി തന്നെ പല ഗ്രേഡിലുണ്ട്. ഗ്രേഡ് 1 ഉണ്ട്. അപ്പോൾ ACL ലിഗമെന്റിന് ആൻഡ്രോ ലാറ്ററൽ, ആൻഡ്രോ മീഡിയൽ 2 ബണ്ടിലാണ്. അപ്പൊ അങ്ങനെ ബണ്ടിൽ വരുമ്പോൾ ഒരു ബണ്ടിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പാർഷ്യൽ ടയർ എന്ന് പറയും. അപ്പൊ ആ പാർഷ്യൽ ടയറിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ബോൺ മാരോ, അഡിപ്പോസ് ടിഷ്യൂ, ഇതിൽ നിന്ന് എടുക്കുന്ന റീജനറേറ്റ്, അതായത് റീജനറേഷൻ പൊട്ടൻഷ്യൽ ഉള്ള സെൽസ് ഈ പാർഷ്യൽ ആയിട്ടുള്ള ടയറിനെ ഹീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ആൻഡ്രോലാറ്ററൽ ബണ്ടില് അവിടെ നിലനിൽക്കുകയും ആൻഡ്രോ മീഡിയൽ ബണ്ടിനെ ഹീൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഈ ലിഗമെന്റ് ഹീലാവും. അതുപോലെ തന്നെയാണ് മുട്ടിന്റെ പാടയ്ക്ക് വരുന്ന കീറൽ. ഇത് പാടയ്ക്ക് റൂട്ട് അവൾഷൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ വരും. അതിലൊക്കെ സർജറി മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ഞാൻ ഇതൊന്നും സർജറി ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടല്ല പറയുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ടയർ ആണ് AC എങ്കിൽ സർജറി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ റൂട്ട് മെനിസ്കസ് എക്സ്ട്രൂഷൻ എന്ന് പറയും. അതായത് അത് മെനിസ്കസ് പുറത്തേക്ക് തള്ളി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുന്ന സ്റ്റേജിൽ സർജറി അല്ലാണ്ട് വേറൊരു ഓപ്ഷനേ ഇല്ല. ഞാൻ ചെറിയ ചെറിയ ഇഞ്ചുറികളിലും ഇപ്പം ഒരു ഹൈലി ഡിമാൻഡിങ് അല്ല, 50-55 വയസ്സുള്ള ഒരാൾ, അയാൾക്കിപ്പോൾ ACL ലിഗമെന്റ് ടയർ വന്നു, അയാൾക്കിപ്പോൾ ഒരു എമർജൻസി ആയിട്ട് കറന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യണം എന്നാണ്. കാരണം അത് കൂടുതലും സ്റ്റഡീസ് വെസ്റ്റിലാണ് നടക്കുന്നത്. കാരണം അവിടെ 55 വയസ്സിൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ ഒരു 50-55 വയസ്സിലെ ആൾക്കാർ ടെന്നീസ് കളിക്കാൻ പോകുന്ന ഒരു ഇത് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു റീജനറേഷനും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ACL അത്യാവശ്യം ഒരു ഭയങ്കര യൂസ് വരുന്നില്ല, ഒരു സർജറി ഒഴിവാക്കുകയും ചെയ്യാം. കാരണം നമ്മളിവിടെ 50 വയസ്സ് കഴിയുമ്പോഴത്തേനും മിക്കവാറും ഡയബറ്റിക്, ഹൈപ്പർ ടെൻസീവ്, ഹാർട്ടിന്റെ പ്രോബ്ലം, സ്ട്രോക്കിന്റെ മരുന്ന് കഴിക്കൽ, എക്കോസ്പിരിൻ കഴിക്കൽ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നമുക്ക് PRP എന്ന് വെച്ചാൽ ഒരു സൈഡ് ഇഫക്ട്സും ഇല്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ മരുന്നുകളൊന്നും ഇല്ല, സൈഡ് ഇഫക്ട്സ് ഇല്ല, പെയിൻ ഇല്ല, സർജറി ചെയ്യണ്ട, വന്ന ഒരു 45 മിനിറ്റ്സിനകത്ത് പോവുകയും ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ മാനസികമായിട്ട് നമ്മൾ വേറൊരു സാധനത്തിനകത്ത് എല്ലാവർക്കും ആർട്ടിഫിഷ്യലും കെമിക്കലും പേടിയാണല്ലോ. ഇത് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, ഇത് മാത്രമാണ് ഇത്. ഇപ്പൊ ACL ഹീലാവും. അതേപോലെ തന്നെ മെനിസ്കസിന്റെ ടയറും, മെനിസ്കസിന് 3 ഭാഗമാണ് മെയിൻ ആയിട്ടുള്ള. മെനിസ്കസിന് 3 ഭാഗമുള്ള റെഡ് സോൺ, റെഡ് വൈറ്റ് സോൺ. കാണാം ഈ പാട പോലുള്ള സാധനമില്ലേ, ഇതിനെ തന്നെ 3ആയി തിരിക്കാം. റെഡ് സോൺ, റെഡ് വൈറ്റ് സോൺ, വൈറ്റ് സോൺ. ഇതിൽ ഈ വൈറ്റ് സോണിൽ ബ്ലഡ് സപ്ലൈ ഇല്ല, അത് ഈ ഫ്ലൂയിഡിനകത്തു നിന്നാണ് ന്യൂട്രീഷൻ എടുക്കുന്നത്. റെഡ് വൈറ്റ് സോണിന് പകുതി സപ്ലൈ ഉണ്ട്, പകുതി
ഈ സൈനോവിയൽ ഫ്ലൂയിഡിൽ നിന്നാണ്. റെഡ് സോണിലാണ് ബ്ലഡ് സപ്ലൈ ഉള്ളത്. അപ്പോൾ ഈ വൈറ്റ് സോണിലാണെങ്കിൽ നമ്മൾ യൂഷ്വലി അല്ലെങ്കിൽ ഈ ഇഞ്ചുറി വരുന്നെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കും. ഈ റെഡിലും റെഡിലുമാണ് റിപ്പയർ ചെയ്യുന്നത്. അപ്പം റിപ്പയർ എന്ന് വെച്ചാൽ ഈ 2 രീതിയിൽ ടയർ വരും. അപ്പൊ റേഡിയൽ ടയറും ആനുലർ ടയറും ഉണ്ട്. ഇപ്പൊ ആനുലർ ടയർ ആണെന്നുണ്ടെങ്കിൽ അത് അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ PRP എടുക്കാമെങ്കിൽ ഈ റീജനറേറ്റീവ് മെഡിസിൻ വഴി ഇത് ഹീലാവും. ഇപ്പോൾ എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പേഷ്യന്റ് വന്നത് US ഒരു ബേസ്ബോൾ പ്ലെയർ ആണ്. അപ്പൊ അവിടെ ഈ ഭയങ്കര എക്സ്പെൻസീവ് ആണ് PRP ട്രീറ്റ്മെന്റ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു 10 ഇരട്ടി ചെലവ് വരും. ഉറപ്പായിട്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്നിട്ട് പോയത്. എനിക്കൊരു ആനുലർ ടയർ ആയിരുന്നു മെനിസ്കസിൽ. നമ്മൾ PRP എടുത്തു, ഫിസിയോതെറാപ്പി ചെയ്തു. പുള്ളി ഇപ്പോൾ ഒരു കൗണ്ടി എന്നല്ല അതിന് പറയാം, അവിടുത്തെ ഒരു കൗണ്ടിക്ക് വേണ്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇപ്പോൾ 2 years ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മെനിസ്കസ് ഹീൽ ചെയ്ത് ഞങ്ങൾ ഈ വിസിറ്റിന് ഞങ്ങൾ MRI പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ എത്രത്തോളം ഹീലായി, ഡെഫിനറ്റ്ലി നമുക്ക് ഹീലായി എന്ന് അറിയുന്നത് പെയിൻ പോയി എന്ന് തന്നെയാണ്. കാരണം അയാൾക്ക് കളിക്കാൻ പറ്റുന്നത് ഇത് ഹീലായതുകൊണ്ടാണ്. ഇത് ഈ PRP ഇതിന് മാത്രമല്ല, ഇത് ഈ ഏവിയൻ ഹിപ്പ്, എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ്, നമ്മൾ സംസാരിച്ചില്ല എന്നുള്ളത്. എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ്, അതായത് ബ്ലഡിലെ ഈ നമ്മുടെ ബോളുണ്ട്, നടക്കുന്ന ബോള്, ഫീമറിന്റെ ബോള്, ഹിപ്പിന്റെ ബോളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണ് എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ്. അത് മിക്കവാറും എല്ലാവരും ഹിപ്പ് മാറ്റിവെക്കലാണ് ചെയ്യുന്നത്. അവർക്ക് 37 വയസ്സേ ഉള്ളൂ. അവർക്ക് എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പാണ്. അവർക്ക് സർജറി റീപ്ലേസ്മെന്റ് ആണ് അഡ്വൈസ് ചെയ്തത്. ഹൈദരാബാദിലാണ്. അപ്പം അനിയൻ അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ അനിയന്റെ അടുത്ത് ചെന്നപ്പോൾ അനിയൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ അനിയൻ ബ്രദറിനെ കാണിക്കാൻ പറഞ്ഞു വന്നു. അവർ വളരെ ഡിപ്രസ്ഡ് ആണ്. 37 വയസ്സിൽ മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ല ഹിപ്പ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഷീ ഹാസ് ടു അണ്ടർഗോൺ 3-4 റിവിഷൻ സർജറീസ്. കാരണം 10-15 വർഷം കഴിയുമ്പോൾ വീണ്ടും റിവിഷൻ ചെയ്യണം. പിന്നെ മാനസികമായിട്ട് അവർ ഒട്ടും ഹാപ്പി അല്ല. അവർക്ക് ആദ്യത്തെ എടുത്തപ്പോൾ തന്നെ 30% PRP ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് എടുത്തത്. PRP ഇഞ്ചക്ഷൻ എടുത്തു, 2 ഹിപ്പിലും എടുത്തു. 1 സ്റ്റേജ് ഫിക്കറ്റ് ആർലെറ്റ് സ്റ്റേജിങ് എന്ന് പറയും. അപ്പോൾ അവർക്ക് റൈറ്റ് ഹിപ്പ് 4th സ്റ്റേജ് ആയിരുന്നു, ലെഫ്റ്റ് ഹിപ്പ് 3rd സ്റ്റേജ് ആയിരുന്നു. 2നും നമ്മൾ PRP എടുത്തു. അവർ 3 months കഴിഞ്ഞ റിവ്യൂ വന്നു ഹൈദരാബാദിൽ നിന്ന് ഇവിടെ വരെ അവർ ഇപ്പോഴും വരുന്നുണ്ട്. 3 years ആയി. സ്റ്റേജ് 4 ആയിരുന്നു ഫിക്കറ്റ് ആർലെറ്റ്, അത് ഇപ്പോൾ ഒരു 3 ആണ്. 3 ആയിരുന്നു, ഇപ്പോൾ 2 ആണ്. അവർക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അവർ ജോലിക്ക് പോകുന്നില്ലായിരുന്നു 2 വർഷമായിട്ട് ഇത് കാരണം ഈവൻ ഷീ കാൻ മാരി ബിക്കോസ് ഓഫ് ദ എവാസ്കുലർ നെക്രോസിസ് ഷി വാസ് നോട്ട് ഏബിൾ ടു ഹാവ് സെക്സ്. സോ ഷി വാസ് നോട്ട് ഹാപ്പി വിത്ത് മാരേജ്. ഇപ്പോൾ പുള്ളിക്കാരി മാരീഡ് ആണ്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പൊ ലാസ്റ്റ് അവരെ എല്ലാ വർഷവും ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും PRP എടുത്തേക്കാം ഫോർ സേഫ്റ്റി. അതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, PRP നമുക്ക് പ്രതിരോധമായിട്ട് ചെയ്യാൻ പറ്റും? അതായത് ഇല്ല, അത് വന്നാൽ മാത്രം. അത് PRP എന്ന് വെച്ചാൽ റീജനറേഷൻ ചെയ്യാന്നല്ല. റീജനറേഷൻ ആവശ്യമുള്ളിടത്ത് PRP ആവശ്യമുള്ളൂ. ഫോർ ഹെയർ, ഇപ്പൊ അതുകൊണ്ടാണ് ഹെയറിന് ഇപ്പോൾ ഒരുപാട് PRP ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഹെയറിനൊന്നും ആക്ച്വലി ഈ നമ്മുടെ ബോഡി സ്വതമേ ഈ റീജനറേറ്റീവ് സെൽസ് ഒന്നും വിടൂല. കാരണം പ്രായമായി മുടി കഴിഞ്ഞ് നമ്മൾ മരിക്കാനാണ് നേച്ചറിന്റെ ഒരു തീരുമാനം. അപ്പൊ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇന്ന് 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് നേച്ചറിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ്. നേച്ചറിന്റെ അനുസരിച്ച് നമ്മൾ ജനിക്കുക, അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക, മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സയൻസ് വെച്ച് നമ്മുടെ ജീവിതകാലം മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാം. അതിന് എക്സാമ്പിളാണ് മുടി കൊഴിയുന്നത്. അപ്പൊ മുടി കൊഴിയുന്നതിന് നമുക്ക് PRP യൂസ് ചെയ്യാം. അപ്പൊ PRP നമ്മൾ എടുത്തിട്ട് PRP ഇഞ്ചെക്ട് ചെയ്യുന്നതിലൂടെ PRP ഹെയർ വളരും. ഈ സ്പോർട്സ് ഇഞ്ചുറീസിലേക്ക് തന്നെ വരുവാണെങ്കിൽ, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിനൊക്കെ ടെന്നീസ് എൽബോ ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ എങ്ങനെയാ, അത് എന്തൊക്കെ ടൈപ്പ് ആയിരിക്കും സ്പോർട്സ് ഇഞ്ചുറീസ് വരിക? ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സ് ഇഞ്ചുറീസിലും എല്ലാം സംഭവിക്കുന്നത് ഒരു റീജനറേറ്റീവ് ടയർ ആണ്, ഡീജനറേറ്റീവ് ടയർ ആണ്. ഓവർ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ടയർ സംഭവിക്കാം. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഈ പറഞ്ഞ പോലെ ECRB എന്ന് പറയും, എക്സ്റ്റൻസീവ് കാർപ്പൽ റേഡിയലിസ് ബ്രെവിസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഭാഗത്താണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ ഷോർട്സിന്റെ പ്രത്യേകത കാരണം കണ്ടിന്യൂസ്ലി ECRB മസിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് മൈക്രോ ട്രോമ എന്ന് പറയും, കുഞ്ഞു ട്രോമകൾ വരും. അങ്ങനെ ട്രോമ വന്ന് അവിടെ നീര് വന്നിട്ടാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം? മൈക്രോ ട്രോമയാണ്, ചെറിയ ഇഞ്ചുറിയാണ്. അപ്പം റീജനറേറ്റീവ് മെഡിസിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൈക്രോ ട്രോമേനെ ഹീൽ ചെയ്യിക്കാൻ പറ്റും. സച്ചിൻ ടെണ്ടുൽക്കർ ഇതല്ല ചെയ്തത്. സച്ചിൻ ടെണ്ടുൽക്കർ സർജറി ചെയ്താണ് ശരിയാക്കിയത്. ഇത് ഈ മസിൽ കംപ്ലീറ്റ്ലി വെടിച്ചിട്ട് ഒരു പിന്നിട്ട് അതിൽമേ മസിൽ ടൈ ചെയ്ത് സർജറി ചെയ്താണ് ടെന്നീസ് എൽബോ. അന്ന് ഇതൊന്നും ആയിട്ടില്ല. ഒരു 4 years ആയിട്ടുള്ളൂ ഈ റീജനറേറ്റീവ് മെഡിസിൻ വളരെ കോമൺ ആയിട്ട്. ഈ ക്രിസ്ത്യാനോ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്തതാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ.
ഇത് വരാതിരിക്കാൻ, അതായത് മുട്ട് തേയ്മാനം അല്ലെ അങ്ങനെയുള്ള ഇഞ്ചുറീസ് വരാതിരിക്കാൻ നമുക്ക് വ്യായാമം പറയുന്നുണ്ട്. ഇപ്പം ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു ഒരുപാട് നടക്കുന്നത് ഒക്കെ ഇതിന് പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാ ശ്രദ്ധിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കണം. ചെയ്യുന്ന എല്ലാവർക്കും ഇതെല്ലാം സംഭവിക്കും. നമ്മളിപ്പോ ഡേ ടു ഡേ നമുക്ക് ജോലിക്ക് പോകണം, കുട്ടികളെ നോക്കണം, വണ്ടി കയറണം, ഇറങ്ങണം, ബൈക്ക് ഓടിക്കണം. എല്ലാവർക്കും സ്പോർട്സ് ഇഞ്ചുറീസിന് വളരെ സാധ്യതയുണ്ട്. അപ്പോൾ സ്പോർട്സ് ഇഞ്ചുറീസ് ഒന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ACL മെനിസ്കസ്, ഇപ്പോൾ ഈ പുറത്തോട്ട് ഇറങ്ങുന്ന വെള്ളം കിടന്ന തെന്നി വീണ ACL ഉറപ്പായിട്ടും ACL മെനിസ്കസ് ആണ്. അതൊന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറയാം, 40 വയസ്സ് കഴിഞ്ഞാൽ കണ്ണ് ടെസ്റ്റ് ചെയ്യാം. കാരണം കാഴ്ചക്കുറവ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പലപ്പോഴും കാഴ്ചക്കുറവ് കാരണം ഉണ്ടാകുന്ന വേദന. പിന്നെ രണ്ടാമത്തത് ഒബിസിറ്റി. നമ്മുടെ BMI കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അമിതവണ്ണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. BMI അത് കൃത്യമായ ഒരു ന്യൂട്രീഷനെയോ എൻഡോക്രൈനോളജിനെയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. കൃത്യമായി BMI മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഒരു പരിധി വരെ തേയ്മാനം ഒഴിവാക്കാൻ പറ്റും. മൂന്നാമത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലെങ്കിലും, ബട്ട് ദേ ക്യാൻ ടേക്ക് എ ബ്രേക്ക് ഇൻ ആൻ അവർ, അല്ലേ? ഒരു 10 minutes വാക്ക്, അത് റിലാക്സേഷൻ ഫോർ ദെയർ വർക്ക്, മൈൻഡ്, ബോഡി ആസ് വെൽ ആസ് ജോയിൻസ്. പിന്നെ ഉള്ളത് ആഹാരത്തിൽ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ ബേസ്ഡ്. ഇന്ത്യൻ്റെ ഡയറ്റിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ഡയറ്റ്. വേറെ എവിടെ പോയാലും, ഞാൻ ഏകദേശം 3 കൺട്രിയിൽ താമസിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലാണ്. ബാക്കി എല്ലായിടത്തും പ്രോട്ടീൻ, വെജിറ്റബിൾസ് ഒരു മെയിൻ കോഴ്സും ഈ കാർബോഹൈഡ്രേറ്റ് ടച്ചപ്പുമാണ്. ഇവിടെ കാർബോഹൈഡ്രേറ്റ് മെയിനും ബാക്കിയെല്ലാം ടച്ചപ്പാണ്. അപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് യൂസ്ഫുൾ ആണോ? സയന്റിഫിക്കലി അതിന് പ്രൂഫൊന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ആ മെറ്റാ അനാലിസിസ് ലെവലിൽ നമുക്കൊരു സ്റ്റഡി എത്തിയാൽ മാത്രമേ ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് ഉണ്ടാവുള്ളൂ. എൻ്റെ അറിവിലാണ് പറഞ്ഞത്. എൻ്റെ അറിവിൽ ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ ഇവിടെ വായിച്ചിട്ടില്ല. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഈ മെറ്റാ അനാലിസിസ് എത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള സാധനം, അതായത് റീജനറേറ്റീവ് മെഡിസിൻ ആണെങ്കിലും സ്റ്റെം സെൽ തെറാപ്പിക്ക് ഒക്കെ മെറ്റാ അനാലിസിസ് അവൈലബിൾ ആണ്. മെറ്റാ അനാലിസിസ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടെസ്റ്റിമോണിയൽ എവിഡൻസ് വരും, ഡോക്ടേഴ്സ് എവിഡൻസ് വരും, അത് കഴിഞ്ഞ് റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡീസ് വരും, പിന്നെ അതിന് മേലെ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി വരും. അത് കഴിഞ്ഞിട്ട് ഈ കുറെ RCTകളെ എടുത്തിട്ട് മെറ്റാ അനാലിസിസ് സ്റ്റഡി ചെയ്യും. അതായത് പല രാജ്യത്ത് പല കണ്ടീഷനിൽ ചെയ്ത സ്റ്റഡീസിനെ എടുത്തു കൂട്ടി ചെയ്യുന്നതാണ് മെറ്റാ അനാലിസിസ്. അങ്ങനെ മെറ്റാ അനാലിസിസ് വന്നതിന് ശേഷം മാത്രമേ സയന്റിഫിക്കലി നമ്മൾ ഒരു ട്രീറ്റ്മെന്റിനെ നമ്മൾ മീൻസ് പലപ്പോഴും അപ്രൂവൺ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു FDA മിക്കവാറും അപ്രൂവൽ കിട്ടുന്നത് ഈ മെറ്റാ അനാലിസിസ് സ്റ്റേജിലാണ്. എൻ്റെ ഒരു ബേസിക് ഇത് പല ഡോക്ടേഴ്സിന് പലതായിരിക്കാം. സയന്റിഫിക്കലി പ്രൂവൺ ആയ ട്രീറ്റ്മെന്റ് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരുപാട് പൊടിക്കൈകൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. കഴിഞ്ഞ ഇടയിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു, ക്യാബേജിന്റെ തൊലി, അതായത് ക്യാബേജിന്റെ ആ ഒരു പാളി ഉണ്ടല്ലോ, അത് വെച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന മാറും. പിന്നെ ഐസ് പാക്ക് ഒക്കെ വെക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറെ പൊടിക്കൈകളുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? പൊടിക്കൈകൾ എന്ന് വെച്ചാൽ പൊടിക്കൈകൾ അത്രേ ഉള്ളൂ. ട്രീറ്റ്മെന്റിന് പൊടിക്കൈയില്ല. ട്രീറ്റ്മെന്റ് ഇസ് ട്രീറ്റ്മെന്റ്, ദാറ്റ് ഈസ് സയന്റിഫിക് ബേസ്ഡ്. ഓൾവേസ് ഗോ ഫോർ സയന്റിഫിക് ട്രീറ്റ്മെന്റ്. ഗോ ഫോർ, നമ്മുടെ നാട്ടില് കറണ്ട് പോയ ഇലക്ട്രീഷ്യനെയാണ് വിളിക്കണേ, അല്ലേ? വെള്ളം പോയ പ്ലംബറെയാണ് വിളിക്കണേ. അല്ലാതെ പൊടിക്കൈയും അടുത്ത വീട്ടിലെ ചേട്ടനെ അല്ലല്ലോ വിളിക്കണേ. പ്രോബ്ലം എന്തിനാണോ? ഇത്രയും കോംപ്ലക്സ് ആയ ഒരു ബോഡി 10-14 വർഷം പഠിച്ചിട്ടാണ് ഈ ജോലിക്ക് ഇറങ്ങണം. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് മറുപടി പറയും. അവിടെ ഈ പൊടിക്കൈയുടെ ആവശ്യമുണ്ടോ? അല്ല, ആൾക്കാർ ഏറ്റവും കൂടുതൽ അങ്ങനെ പോകാറുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കി തന്നെ അറിയാം മുട്ടുവേദനയ്ക്ക് അങ്ങനെ ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ഉണ്ട്, വേറെ എന്തോ ഒരു ഇല ആവണക്കെണ്ണ ചൂടാക്കി തേച്ച് കഴിഞ്ഞാൽ അവിടെ പുറത്ത് വെച്ചാൽ, ഇതൊക്കെ ആയുർവേദ ഡോക്ടേഴ്സ് ഇതൊക്കെ ആയിരിക്കും പറയാം, എക്സ്പെർട്ടുകൾ എന്ന് ടാഗ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും പറയാം. മേ ബി എക്സ്പെർട്ട് ആവും. എന്റെ ഗ്രാൻഡ് മദർ ആയുർവേദ ഡോക്ടറാണ്, ബ്രദർ ആയുർവേദ ഡോക്ടറാണ്. പക്ഷെ അതിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സയൻസ്. നിങ്ങളുടെ വീട്ടിൽ ഒരു കാളവണ്ടി ഉണ്ട്, മെഴ്സിഡസ് ബെൻസ് ഉണ്ട്. നിങ്ങൾ ട്രിവാൻഡ്രം വരെ പോകാൻ കാളവണ്ടി എടുക്കുമോ മെഴ്സിഡസ് ബെൻസ് എടുക്കുമോ? അതാണ് വ്യത്യാസം. അതിലൊക്കെ ഇതിനെ ഞാനീ പറഞ്ഞ ട്രീറ്റ്മെന്റ് കണ്ടൻസിലെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് കുറച്ച് വർക്ക് ചെയ്യും. പക്ഷെ അതിലും റിഫൈൻഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് റിഫൈൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണോ, പകരം ഇത് എടുക്കണോ? അതുകൊണ്ടാണ് ഞാൻ കാളവണ്ടിയും ബെൻസും എന്നൊരു എക്സാമ്പിൾ പറഞ്ഞത്. കാളവണ്ടി പോയാലും ട്രിവാൻഡ്രത്ത് എത്തും.
അതുപോലെ ഈ ആവണക്കെണ്ണയോ അതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളിലെ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഒരു പക്ഷേ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി മെക്കാനിസം ഉള്ളതാവാം, അല്ലെങ്കിൽ ഒരു കൗണ്ടർ റിട്ടന്റ് ആക്ഷൻ ഉള്ളതാവാം, എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉള്ളതാവും. അത് എന്തെങ്കിലും ഇഫക്ട്സ് ഉണ്ടെങ്കിൽ സയൻസ് അതിനെല്ലാം കണ്ടുപിടിച്ച് ക്രോഡീകരിച്ചാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഇത്രയും വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായത്. ആ സംവിധാനം ഉള്ളിടത്ത് ഇപ്പൊ ചെറിയ സിറ്റുവേഷനിലേക്ക് ഫസ്റ്റ് എയ്ഡോ ആയിട്ടോ അതൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇതുകൊണ്ടങ്ങ് മാറും എന്നുള്ള ഒരു ചിന്ത തെറ്റാണ്. കാരണം ഇന്നും എല്ലാ ജംഗ്ഷനിലും ഹോസ്പിറ്റലുണ്ട്. എല്ലാ പൈസ ഇല്ലാത്തവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പൈസയുടെ പ്രശ്നമില്ലാത്തവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. ഇപ്പൊ UK US പോലുള്ള രാജ്യങ്ങളിൽ 3 മാസം എടുക്കും ഒരു ഓർത്തോ ഡോക്ടറെ കാണാൻ. ഇവിടെ 5 മിനിറ്റ് കൊണ്ട് ഓർത്തോ ഡോക്ടറെ കാണാം. അങ്ങനെയുള്ള സ്ഥലത്ത് പൊടിക്കൈകളും യൂട്യൂബ് വീഡിയോസിലും ഒക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അതേപോലെ ഡോക്ടർ വേറൊരു കാര്യം, ഇപ്പം സാധാരണ കാണുന്ന ഒരു കാര്യം, ഇപ്പം നമുക്കൊരു വേദന വന്നു, ഒരു മുട്ടുവേദന വന്നു, നമ്മളൊരു ബാം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ മൂവൊക്കെ തേച്ച് അങ്ങ് കിടക്കും. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ പിന്നെ അതങ്ങ് മാറുമായിരിക്കും. പിന്നെയും വീണ്ടും വരുമ്പോൾ വീണ്ടും ഈ മൂവും തേച്ച് ബാമും തേച്ച് നമ്മളിങ്ങനെ കൊണ്ടുകൊണ്ടേയിരിക്കും. അതങ്ങോട്ട് അറ്റം പറ്റുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തുക. ഇത് എപ്പോഴായിരിക്കണം നമ്മളിത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തേണ്ടത്? അല്ലെങ്കിൽ ആദ്യത്തെ വേദന, അല്ലെങ്കിൽ കുറച്ച് മിക്കവാറും ആൾക്കാർ തള്ളി 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 നീക്കാനല്ല, ആർക്കും ഹോസ്പിറ്റലിൽ പോകാന്നുള്ളത് അതൊരു ഓപ്ഷൻ അല്ല. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നം എല്ലാം ഉണ്ടാവും. പിന്നെ എങ്ങാനും ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അതിന് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും. പല റെഡ് ഫ്ലാഗ്സും ഉണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്ക് സയൻസ് റെഡ് ഫ്ലാഗ്സ് ഇല്ല, എങ്കിലും നമുക്ക് റെഡ് ഫ്ലാഗ് ആയിട്ട് കൂട്ടാവുന്നത് 2-3 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന വേദന. അതായത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റെപ്പ് കയറുന്ന ആളാണ്, മുകളിൽ തുണി കൊണ്ടിടാൻ പോകുന്ന ആളാണ്, ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അത് 2-3 ദിവസം കഴിഞ്ഞിട്ട് മാറുന്നില്ല, അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അത് പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദാറ്റ് കുഡ് ബി എ മെനിസ്കൽ ടയർ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, അത് ഒരു ടിപ്പിക്കൽ ആർത്രൈറ്റിക് സിംറ്റം ആണ്. എഴുന്നേറ്റ ഉടനെ ഉണ്ടാകുന്ന വേദന ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മാറും. പക്ഷെ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. വേദന മാറുമെങ്കിൽ പോലും ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ ആമവാദത്തിന്റെ ഒരു പ്രത്യേക ഫീച്ചറാണ്. അത് പോയിന്റിങ് സ്റ്റേജിൽ ഒരു പോയിന്റുള്ള ഇതാണ്. അതുപോലെ തന്നെ ഈ ലോക്കിംഗ് സിംറ്റംസ്, കാല് ഒരു സ്റ്റേജിൽ ലോക്ക് ആവുക, കാലിപ്പം മുട്ട് മടക്കി നിവർത്തി ഒരു സ്റ്റേജിൽ ലോക്കായി, അതൊരു റെഡ് ഫ്ലാഗ് ആണ്. പിന്നെ നീര്, അമിതമായി നീർക്കെട്ട് പോലെ വരാം. പിന്നെ റെഡ്നെസ്, ചുവപ്പ് കളർ വരാം. പനി, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സ്വെല്ലിങ്. അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് പറയും. അതായത് നമ്മുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന രീതിയിൽ എന്ത് വേദന വന്നാലും, അത് മുട്ടുവേദനയെന്നല്ല, കണ്ണുവേദന ആയാലും തലവേദന ആയാലും, നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിനെ ബാധിക്കുന്ന ഇറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. യു ഹാവ് ടു ഗോ ടു എ ഡോക്ടർ, ടു എ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഡയഗ്നോസ് വാട്ട് ഈസ് ദ പ്രോബ്ലം. യൂട്യൂബിൽ പൊടിക്കൈകൾ നോക്കിയിരുന്ന അല്ല, അവിടെ ഇരിക്കില്ല, വേറെ സ്ഥലത്തിരിക്കും. ഇത് നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴേക്കായിരിക്കും മിക്കവാറും ചെറിയൊരു സൗണ്ട് കേൾക്കും, കാലിന്റെ ഇപ്പൊ ഈ ഞൊട്ട വീഴുന്ന പോലെ. അത് എന്തിന്റെ ഒരു കാരണം? ഇത് ഈ സൗണ്ട് അല്ലേ? ഇത് ആക്ച്വലി നല്ലതല്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് ജോയിന്റിനുള്ളിലേക്ക് ഫോഴ്സ്ഫുള്ളി നമ്മൾ എയറിനെ കടത്തി വിടുന്ന സൗണ്ടാണ്. ഇതൊരു തെറ്റാണ്, തെറ്റല്ല, അതൊരു എഗനിസ്റ്റ് നേച്ചറാണ്. അതായത് നമ്മൾ ഇതിന് ചുറ്റും എയർ ഉണ്ട്, അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി എയറിനെ ഫോഴ്സ്ഫുള്ളി ഉള്ളിലേക്ക് വിടുകയാണ്. ആ എയർ കയറുന്നതിന്റെ സൗണ്ടാണ്. അത് ഒരു ഡേഞ്ചറസ് സംഭവമല്ല, പക്ഷെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഉണ്ടാവും. കാരണം ഒത്തിരി ജോയിന്റ്സ് ഉണ്ട് നമ്മുടെ നട്ടലിന്റെ ഇടയിലും. ഫേസഡ് ജോയിന്റ് എന്ന് പറയും, നട്ടലിന്റെ ഇടയിലുള്ള ജോയിന്റ്, ഹിപ്പ് ജോയിന്റ്, അവിടേക്ക് ഇതുപോലെ പെട്ടെന്ന് എയർ കയറുന്നത് നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യാറുമുണ്ട്, അല്ലാതെയും ചെയ്യാറുണ്ട്. അതങ്ങനെ പേടിക്കേണ്ടതൊക്കെ പ്രശ്നമില്ല. പിന്നെ ഈ സ്നാപ്പിംഗ് സിൻഡ്രോംസ് എന്ന് പറയുന്ന ഇതുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടി നടന്നു വരുമ്പോൾ സൗണ്ട് കേൾക്കും, സ്നാപ്പിംഗ് സിൻഡ്രോം എന്ന് പറയും. അത് എന്ന് വെച്ചാൽ ലിഗമെന്റ്, കാലിന്റെ ഉപ്പുറ്റിയുടെ സൈഡിൽ ഒരു മുഴയുണ്ടല്ലോ, അതിന്റെ പുറകിൽ ഒരു ലിഗമെന്റ് ഇങ്ങനെ ടക്ക് ടക്ക് ഇങ്ങനെ പോയി തിരിച്ചു വരുന്നത് സ്നാപ്പിംഗ് സിൻഡ്രോം. അതുപോലെയൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ട്, ഡോക്ടറെ കാണും. ഈ സാധാരണ ഞൊട്ട വീഴുന്ന കണ്ടീഷനൊക്കെ നോർമലാണ്. പിന്നെ അത് നമ്മൾ അധികം ചെയ്യാതിരിക്കുക. കാരണം ഓരോ വെട്ടവും നമ്മൾ ഈ ഫോഴ്സ്ഫുള്ളി കയറ്റുമ്പോൾ ജോയിന്റിന് ഡാമേജ്, മൈക്രോ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് അപ്ഡേഷൻ. അത് പിന്നീട് വലിയൊരു സ്റ്റേജിലേക്ക് എത്താൻ അങ്ങനൊന്നും ഇല്ല, എങ്കിലും നമ്മളൊരു ഡാമേജ് ഉണ്ടാക്കാണ്. ചിലപ്പോൾ നമ്മളൊരു ആർത്രൈറ്റിക് രോഗി ആകാൻ പോകുന്ന ആളാണ്, അല്ലെ ആമവാദത്തിനുള്ള ചാൻസ് ഉള്ള ഒരാളാണെങ്കിൽ അത് ആ ഡാമേജിനെ നമ്മളായിട്ട് വെറുതെ കൂട്ടുന്നതിനാ. ഡോക്ടർ,
ഇപ്പം ആർത്രൈറ്റിസ് ഉണ്ട്, ലിഗമെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ അതിന് എന്തൊക്കെ ചെലവുകൾ വരും? അതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു 3-4 വർഷത്തിനിടയിൽ വന്നതാണ് റീജനറേറ്റീവ് മെഡിസിൻ. അതിന്റെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതായത് രോഗിയുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. അത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കിറ്റ് അനുസരിച്ച് ചെയ്യുമ്പോൾ അറൗണ്ട് അത് പല കോസ്റ്റ് വരും. അറൗണ്ട് ഒരു 20,000-30,000 രൂപയോളം ചിലവ് വരും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ കിറ്റിന്റെ വിലയാണ് ആക്ച്വലി, വേറൊന്നുമല്ല, ഇമ്പോർട്ട് ചെയ്ത് വരുന്ന കിറ്റിന്റെ വിലയാണ്. പിന്നെ ഉള്ളത് സ്റ്റെം സെൽ തെറാപ്പി, അതും ഏകദേശം അറൗണ്ട് സെയിം കോസ്റ്റ് ആണ്. രോഗിയുടെ ബോണിന്റെ ഒരു ചെറിയ പീസ്, അത് സൂചി പോലെ ഒരു സാധനം ഉപയോഗിച്ച് ബോണിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ സൂചി എടുത്ത് അത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് അതിൽ നിന്ന് സ്റ്റെം സെൽ വേർതിരിച്ചെടുത്ത് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ്. രോഗി നാളെ തന്നെ അവരുടെ നോർമൽ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. ആകെ ഉള്ളത് എടുക്കുന്ന ദിവസം കുറച്ചധികം പെയിൻ ഉണ്ടാവും. കാരണം പെയിൻ കില്ലേഴ്സ് ഈ PRPയുടെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയതുകൊണ്ട് പെയിൻ കില്ലേഴ്സ് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ആ പെയിൻ ഉള്ളത് നല്ലതാണ്. ആ പെയിൻ പ്രൊപ്പോർഷണൽ ടു യുവർ ഫ്യൂച്ചർ റിലീഫ് എന്നുള്ളതാണ്. അപ്പോൾ എടുക്കുന്ന ദിവസത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമത്തേത് ആദ്യത്തെ PRP, രണ്ടാമത്തേത് ബോൺ, തേർഡാണ് അഡിപ്പോസ് ടിഷ്യൂ, നമ്മുടെ ഫാറ്റ് സെൽസ്. അതിൽ റീജനറേറ്റീവ് സെൽസിനെ ഉപയോഗിച്ച് ചെയ്യാം. ഇത് മൂന്നാണ് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. ഇതിനെ പല പേരുകളിൽ പലരും മാർക്കറ്റ് ചെയ്ത് ഉപയോഗിക്കും. ബേസിക്കലി സംഭവം സെയിം തന്നെയാണ്. ഇപ്പൊ GFC എന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം പരസ്യം. GFC എന്ന് പറഞ്ഞാൽ PRP ആണ്. PRPയിലെ കണ്ടന്റ് ആണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്. സ്റ്റെം സെല്ലാണ് ബോൺ മാരോ എടുക്കുന്നതാണ് സ്റ്റെം സെൽ. അഡിപ്പോസ് ടിഷ്യൂ എടുക്കുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ എടുക്കുന്നതാണ് ഫാറ്റ് സെൽ. അഡിപ്പോസ് ടിഷ്യൂവിന്റെ വേറൊരു മീനിങ് വേർഡാണ് ഫാറ്റ്. ഇതിനെ ഒരു പല രീതിയിൽ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ബേസിക്കലി ഈ 3 കാര്യങ്ങളാണ് ബയോളജിക്സ്. പിന്നെ ഇപ്പൊ റിസർച്ച് നടക്കുന്ന ഒരു കാര്യം OC എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ കാർട്ടിലേജ് തന്നെ പുറത്തെടുത്തിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഈ ഗ്യാപ്പ് ഉണ്ടായ സ്ഥലത്ത് അതിനെ ഫിക്സ് ചെയ്യാം. ഗ്ലൂ പോലെ ഒരു സാധനം വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഞാനും അതിന്റെ ഒരു ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ത്യയിൽ അത് നിലവിൽ വന്നിട്ടില്ല. നിലവിൽ വന്നിട്ടുള്ള സാധനമാണ് PRP, ഈ ബോൺ മാരോയും അഡിപ്പോസും. അതിൽ PRP ആണ് ആൾക്കാർക്ക് അഫോർഡബിളും കുറച്ചുകൂടി ഈസിയും. കാരണം ബ്ലഡ് ആണല്ലോ എടുക്കുന്നത്. മറ്റേത് ബോൺ മാരോ ഫാറ്റ് ടിഷ്യൂ ഒക്കെ എടുക്കുന്നത്. PRPയിൽ തന്നെ നമുക്ക് എൻ്റെ അറിവിലൊരു 500ഓളം രോഗികൾ എൻ്റെ ചികിത്സയിൽ തന്നെ ശരിയായുണ്ട്. ഇതിന് സർജറി വേണ്ട എന്ന അർത്ഥമില്ല. മുട്ട് തേയ്മാനത്തിന്റെ 5ാമത്തെ സ്റ്റേജിന്റെ ട്രീറ്റ്മെന്റ് ഈസ് സർജറി. നീ റീപ്ലേസ്മെന്റ് ഈസ് ഫൈനൽ ഓപ്ഷൻ. പിന്നെ അയാൾക്ക് ഇപ്പൊ ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്, കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, ലിവറിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് പെയിൻ കുറയ്ക്കാൻ PRP ഓപ്ഷനാണ്. അതുപോലെ തന്നെ ACL, കംപ്ലീറ്റ് ആയിട്ട് ACL ടയർ വന്നിരിക്കുന്ന ഒരാൾക്ക് നാളെ ഫുട്ബോൾ കളിക്കേണ്ട ആൾക്ക് PRP കൊണ്ടൊന്നും ചെയ്യാനില്ല. അയാൾക്ക് ACL റീകൺസ്ട്രക്ട് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ 55 വയസ്സായി ഇരിക്കുന്ന ഒരു അപ്പച്ചൻ, ഹാർട്ടിന് സർജറി കഴിഞ്ഞ് കിഡ്നിക്ക് സർജറി കഴിഞ്ഞിരിക്കുന്ന അപ്പച്ചന് ഐഡിയൽ ട്രീറ്റ്മെന്റ് ഈസ് PRP. അപ്പോൾ ഈ സർജറിക്ക് എതിരായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് അല്ല, പക്ഷെ മറ്റൊരു ഓപ്ഷനാണ്. പക്ഷെ ഈ ഏർലി സ്റ്റേജിൽ പലപ്പോഴും ആവശ്യമില്ലാത്ത സ്റ്റേജിൽ ഉള്ള സർജറികൾ ഒഴിവാക്കാം. ഇപ്പൊ ഇന്ന് ഞാൻ കണ്ട ഒരു രോഗിക്ക്, വേറെ ഡോക്ടർ കുറ്റം പറയല്ല, ആ ഡോക്ടർ കണ്ടിട്ട് 45ാമത്തെ വയസ്സിൽ മുട്ടുമാറ്റിവെക്കൽ പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ 45ാമത്തെ വയസ്സ് മുട്ടുമാറ്റി വെക്കുമ്പോൾ 15 വർഷമാണ് മാക്സിമം ഒരു മുട്ടിന്റെ കാലാവധി. 50 വയസ്സാകുമ്പോൾ അവർ വീണ്ടും ഇതേ സർജറി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സർജറിയാണ്, റീപ്ലേസ്മെന്റ് സർജറി അറിയാലോ. അവർ കടന്നു പോകുന്ന സാഹചര്യം, സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് PRP സജസ്റ്റ് ചെയ്ത് അവർ വില്ലിങ് ആണ്. അവർക്ക് 5 വർഷമോ 3 വർഷമോ, അത് ശരീരത്തിന്റെ പ്രകൃതം പോലെ ഇരിക്കും. ഇപ്പം ശരീരം എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല. ഇപ്പൊ എന്റെ ശരീരം പോലെ അല്ല നിങ്ങളുടെ ശരീരം. അപ്പൊ പൂർണ്ണമായി മാറിപ്പോയ ആൾക്കാരുണ്ട്. ഈ ഐസക്കിന്റെ കാര്യമൊക്കെ ആക്ച്വലി അത്ഭുതമാണ്. 3 വർഷമായിട്ട് ഐസക്ക് ബേസ്ബോൾ കണ്ടിന്യൂസ്ലി കളിച്ചിട്ടും മെനിസ്കസിന് പിന്നെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ജനിതകവും ഇതിനൊരു ഫാക്ടറാണ്. എങ്കിലും ഈ 45 വയസ്സെന്നുള്ള ആ അമ്മയുടെ ഏജ് ഒരു ഉമ്മയായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞത് കുറച്ച് നാളെങ്കിലും ഉമ്മ നീട്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ലേറ്റ് ആയിട്ട് ചെയ്യാം. കാരണം 4ാമത്തെ സ്റ്റേജോളം ആയി. അപ്പം ഒരു 5 വർഷം നീട്ടി കിട്ടിയ 55ാമത്തെ വയസ്സ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അവർക്ക് സാമ്പത്തികം, അതിന് ഉള്ളിൽ ഒരു ഇൻഷുറൻസ് എടുക്കാനും പിന്നെ സാമ്പത്തികം കണ്ടെത്താനും ഒക്കെ ഉള്ളൊരു ഗ്യാപ്പ് കിട്ടും. ഇമ്മീഡിയറ്റ്ലി 45 വയസ്സിൽ പെട്ടെന്ന് നീ റീപ്ലേസ്മെന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ചെലവും
പിന്നെ മെന്റൽ പ്രിപ്പറേഷനും ഒക്കെ ഈ ഓർത്തോബയോളജിക്സ്, റീജനറേറ്റീവ് മെഡിസിൻ, PRP വഴി ഒഴിവാക്കാൻ പറ്റും. താങ്ക് യു സർ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് സംശയങ്ങളൊക്കെ തീർത്തത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.